പാതിവില തട്ടിപ്പിൽ പ്രതി അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. മൂവാറ്റുപുഴ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതേസമയം കേസിലെ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ നൽകാനും സാധ്യതയുണ്ട്. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അനന്തു കൃഷ്ണൻ പ്രതികരിച്ചിരുന്നു. കിരൺ കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, കൂടുതൽ വിശദാംശങ്ങൾ. അനു, ഈ പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള അനന്തു കൃഷ്ണൻ്റെ ജാമ്യാപേക്ഷയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. മൂവാറ്റുപുഴ കോടതി ഇന്ന് ഈ ജാമ്യാപേക്ഷയിൽ പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നലെ ഇയാളുടെ 5 ദിവസത്തെ കസ്റ്റഡി പൂർത്തിയായതിനു ശേഷം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിനുശേഷമാണ് ഈ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നതിനായിട്ട് മാറ്റിയിരിക്കുന്നത്. ഏതായാലും ഈ കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നലെയാണ് ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങി. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളെ കൂടുതലായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് തന്നെയാണ് ഇതിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകാനായിട്ട് നേരത്തെ തീരുമാനമുണ്ടായത്. ഇത് സംസ്ഥാന വ്യാപകമായി നടത്തിയിട്ടുള്ള തട്ടിപ്പാണ്. കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചി ക്രൈംബ്രാഞ്ച് യൂണിറ്റിന് അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. 11 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട്, അതായത് 11 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും ഏതായാലും ഇതിൻ്റെ അന്വേഷണം നടക്കുക. സൈബർ പോലീസ് സംഘവും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഏതായാലും ക്രൈംബ്രാഞ്ച് കൂടി കസ്റ്റഡി അപേക്ഷ നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസായിരുന്നു ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നത്. 5 ദിവസത്തെ ആ ചോദ്യം ചെയ്യലിനിടയിൽ എറണാകുളം ജില്ലയിലെയും ഇടുക്കിയിലെയും അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിലെത്തിച്ച് ഇയാളുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ തട്ടിപ്പിലൂടെ അനന്തു കൃഷ്ണൻ സ്വന്തമാക്കിയിട്ടുള്ള ഭൂമികളും ഒപ്പം തന്നെ ഇയാളുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലങ്ങളിലും ഇയാളുടെ ഓഫീസുകളിലും അടക്കം എത്തിച്ചായിരുന്നു ഈ തെളിവെടുപ്പ് നടത്തിയത്. ഏതായാലും ഈ തെളിവെടുപ്പ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഏതായാലും ക്രൈംബ്രാഞ്ച് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തന്നെയാണ് സാധ്യത. അനു.